അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷ്, 36 വർഷം മുമ്പ് ചെയ്തു എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം NGO യൂണിയന്റെ പരിപാടിയിൽ മുൻ മന്ത്രി കൂടിയ ജി സുധാകരൻ തുറന്നു പറയുന്നത്. ഇപ്പോൾ അതിന്മേലുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്, ചേർക്കപ്പെടുകയാണ്. എത്രത്തോളം നിയമപരമായ രീതിയിൽ നമുക്കിതിനെ കാണേണ്ടി വരും, എത്രത്തോളം ഗൗരവമേറിയ ഒരു വിഷയമായി കമ്മീഷനും കാണുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ തുടർച്ചയെന്ന വണ്ണം ഈ കേസിലേക്ക് കൂടി പോകുമ്പോൾ ഏതൊരു ജനാധിപത്യ നടപടിക്രമത്തിനും അത്യധികം ആശങ്ക ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്ക്ലോഷറാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള അദ്ദേഹത്തിനെ പോലെ ഒരു പൊളിറ്റീഷ്യൻ നടത്തിയിരിക്കുന്നത്. അപ്പോ കേസെടുക്കുക അല്ലാതെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ മറ്റു മാർഗമില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനും കേസെടുത്ത് അന്വേഷണം എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ 136 RPA 1951 പിന്നെ 128 ഈ പ്രൊവിഷൻസ് ഒക്കെയാണ് ഇൻവോക്ക് ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ തപാൽ വോട്ടുകൾ തിരുത്തുക പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കവർ ചെയ്യുന്നത് 136 2 വർഷം വരെ പരമാവധി തടവും ഫൈനുമാണ് അതിനകത്ത് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചലഞ്ചസ് ഈ 36 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നു താൻ ആലങ്കാരികമായി ഇത് ഒരു കോണ്ടസ്റ്റിൽ പറയുകയാണ്, അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പുള്ളി അത് മലക്കമറിയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു 128 ഇതിനകത്ത് സീക്രസി വയലേറ്റ് ചെയ്യുന്നതാണ്. അതും ശിക്ഷ 3 മാസം വരെയാണ് പരമാവധി ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ പുറത്ത് അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടത്തി അദ്ദേഹത്തെ ശിക്ഷയിലേക്ക് കൊണ്ടുചെല്ലാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പൊ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണ്. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇത് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, മൊഴിയെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി അദ്ദേഹം സ്വയം സുരക്ഷിതനായി മാറുന്ന തരത്തിലൊരു അക്രോബാറ്റിക്സ് ആണ് അദ്ദേഹം കളിക്കുകയുണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായിട്ട് വേണം അത് എടുത്ത് അദ്ദേഹത്തെ പ്രതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത്. തെളിവ് നിയമപ്രകാരം ഇങ്ങനെ കോടതിയുടെ മുൻപിലല്ലാതെ സന്ദർഭവശാൽ ഇങ്ങനെ നടത്തുന്ന കൺഫെഷൻസിന് മൂല്യം ഉണ്ടെങ്കിലും വളരെ ശക്തിയായിട്ടുള്ള മൂല്യമില്ല. കൊറാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിചാരണയിൽ അത് പ്രൂവ് ചെയ്ത ആളെ ശിക്ഷിക്കാൻ കഴിയൂ. ഇപ്പോൾ ഈ IPC 465, 468, 471 അപ്പോൾ അന്നത്തെ IPC ആണ് ഇട്ടിരിക്കുന്നത്. വെളിപ്പെടുത്തലുണ്ടാകുന്നത് ആണെങ്കിൽ നമ്മുടെ BNS പ്രകാരമുള്ള ഒരു കോണ്ടസ്റ്റിലാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഇന്നലെ. അപ്പോൾ നമുക്ക് ഈ വകുപ്പുകളുടെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ട്? ഇല്ല, വകുപ്പുകളുടെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫോർജറി ഉണ്ട്, ബാലറ്റ് പേപ്പർ തിരുത്തുന്നുണ്ട്. പക്ഷെ ഇതിനകത്തെ കോർ ഒഫൻസ് എന്ന് പറയുന്നത് ഈ RPA പ്രകാരമുള്ള ഒഫൻസ് ആണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ FIR ഇടാൻ വേണ്ടി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രശ്നം ഈ ആള് സ്വയം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് ആൻ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ. അപ്പൊ ഇതിനകത്ത് കൊറാബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസ് എവിടെ നിന്ന് സംഘടിപ്പിക്കാനാണ്? പ്രായോഗികമായിട്ട് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വിചാരണയായിട്ട് മാറി തീരുവാനുള്ള സാധ്യത തുലവും വിരളമാണ്. കാരണം ഈ 1989 നടന്നതുമായി ബന്ധപ്പെട്ട ആരെ ചോദ്യം ചെയ്യാൻ കഴിയും? ഇനി ചോദ്യം ചെയ്താൽ തന്നെ പാർട്ടിക്കാരാണ്. അവരാരെങ്കിലും ഇദ്ദേഹത്തിനെതിരെ മൊഴി കൊടുക്കുക അല്ലെങ്കിൽ സ്വന്തം ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന തരത്തിൽ, അതായത് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ പ്രകാരമുള്ള ആനുകൂല്യം നേടേണ്ട ആള് പോലും അത് അങ്ങനെയൊന്നും സംഭവിക്കുകയേ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യുകയാണ് അന്നത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ കൂടി. തീർച്ചയായിട്ടും. അപ്പം പക്ഷേ കേസെടുക്കുക, അന്വേഷണം നടത്തുക എന്നുള്ളത് അത് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനുശേഷം എത്രത്തോളം മലക്കം മറിഞ്ഞാലും ആദ്യം നടത്തിയ ഡിസ്ക്ലോഷറിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യം കൊടുത്തുകൊണ്ട് മാത്രമേ നിയമവ്യവസ്ഥയ്ക്ക് ചലിക്കാൻ കഴിയൂ. അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നുണ്ടാവില്ല, ഈ ഒഫൻസ് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിൽ ജനാധിപത്യത്തിനെ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൊഞ്ഞണം കുത്തി കാണിച്ചു കഴിഞ്ഞാൽ കേസെടുക്കാതിരിക്കാൻ കഴിയും. അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, കേസെടുക്കുക വഴി ഒരു വലിയ സന്ദേശമാണ് ജനാധിപത്യത്തിന് കൊടുക്കാൻ പോകുന്നത്. കേസെടുക്കണം, അന്വേഷിക്കണം, വിചാരണയിലേക്ക് പോകണം. ശിക്ഷിക്കപ്പെടുന്നുണ്ടാവില്ല, തീർച്ചയാണ്. 1989 നടന്നതിൽ എന്ത് എവിഡൻസ് ആണ്? ഏത് രീതിയിലാണ് കൊറാബറേറ്റീവ് എവിഡൻസ് കൊണ്ടുവരാൻ കഴിയുന്നത്? അതായത് ശ്രീ MR അഭിലാഷ്, ഇതിലെ ഒന്ന് നിയമപരമായിട്ടുള്ള പ്രസക്തി, രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാണപ്പെടുന്ന പ്രസക്തി. അതിലൊന്ന് മുൻ മന്ത്രി, മുൻ CPM-നെ സംബന്ധിച്ചോളം അവിടുത്തെ അതിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള്. അപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു സമ്മേളനത്തിലാണ് പറയുന്നത്. കാരണം ഈ പോസ്റ്റൽ വോട്ടും മറ്റും കൈകാര്യം ചെയ്യേണ്ട സാധാരണഗതിയിൽ ഈ ഉദ്യോഗസ്ഥരാണല്ലോ ഇത്തരം ബാലറ്റുകളൊക്കെ. അതേ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു സമ്മേളനത്തിൽ വന്ന് പറയുമ്പോൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പിന്നീട് എന്തായാലും അദ്ദേഹം പറയുകയാണ്, ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്.
ഉയർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണമെങ്കിൽ കേസ് എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുള്ള അവരുടെ നൈതികത, ഈ സംവിധാനത്തിന്റെ പ്രസക്തി, പരിശുദ്ധി, ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം. അവിടെ ഒരു വെല്ലുവിളി ഒരു പൗരൻ ഉയർത്തുകയാണ്, ഒരു പൊതുപ്രവർത്തകൻ ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി വലുതാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ രാഷ്ട്രീയ പ്രസക്തി, അത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാലാകാലങ്ങളായി പണ്ട് മുതൽ ബൂത്ത് പിടുത്തം എന്നടക്കം ഈ കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നു CPM-നെതിരെ. അപ്പോൾ അതിന്റെ തുടർച്ചയെന്ന വണ്ണം അഭ്യൂഹങ്ങൾക്കപ്പുറത്തേക്ക് ഒരു നേതാവ് വെളിപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള അതിന്റെ പ്രസക്തി എത്രത്തോളം വലുതാണ്? അല്ല, ഒന്നോർത്ത് കഴിഞ്ഞാൽ ഈ സർവീസ് സംഘടനകളിൽ പെട്ട ആൾക്കാർ എത്രത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരായിട്ടാണ് വോട്ട് പോലും ചെയ്യാൻ നിർബന്ധിതരായി തീരുന്നത് എന്ന ഇതിന്റെ ഒരു നേർചിത്രമല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ ഓപ്പണായിട്ട് ത്രട്ടൺ ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. നിങ്ങളുടെ വോട്ട് മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല, കൊടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അറിയും. ഇത്തരത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തങ്ങളുടെ സർവീസ് സംഘടനകളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാൻ രാഷ്ട്രീയ നേതാക്കന്മാർ ധൈര്യം കാണിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ഇതിന്റെയൊക്കെ പ്രസക്തി? ഈ ജനാധിപത്യത്തിന്റെ പ്രസക്തി എന്താണ്? അതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷനെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടും. ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് ഉത്തരം കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലല്ലോ G. സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്. അപ്പം തികച്ചും നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു നേർചിത്രമാണ് എത്രത്തോളം അടിമ സമാനമായിട്ടുള്ള മനസ്സോടുകൂടി ആയിരിക്കണം ഈ സർവീസ് സംഘടനകളിൽപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്യാൻ പോലും നിർബന്ധിതരായി തീരുന്നത് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. കഷ്ടം തന്നെ. തീർച്ചയായും അതാണ് ശ്രീ MR അഭിലാഷിനെ പോലെയുള്ള നിയമവൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്.